നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യമുക്തം രോഗമുക്തം എന്ന സന്ദേശമുയർത്തി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് സാധനങ്ങൾ കെട്ടി അവിടെ ഭദ്രമായിട്ട് വെക്കുന്നു, അത് ലോറിയിൽ കൊണ്ട് കയറ്റിക്കൊണ്ടു പോവുകയാണ്. പക്ഷെ ആളുകൾ പ്രചരണം എന്താണ്? അത് മാലിന്യക്കും ഭാരമാണ് നഗരസഭ കൊണ്ടുപോകുന്നത് എന്നുള്ള വിളിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ഇതിന്റെ നഗരസഭയും ഗവൺമെന്റും ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ പൂർണ്ണമായ സഹായം സഹകരണവും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഈ മാലിന്യ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ പകുതിയിലധികം ആളുകൾ ഈ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലെ ശുദ്ധ പാനൂർ എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എത്രമാത്രം ആളുകൾ നമ്മൾ കൂടെയുണ്ട് എന്ന് നമ്മളൊന്ന് ഒരു പരിശോധന നടത്തുമ്പോൾ അതിൽ വലിയ ആളുകൾ നമ്മളെന്താണ് ഇതിൽ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നഗരസഭ ഉപാധ്യക്ഷ പ്രീത അശോക് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇബ്രാഹിം ഹാജി, ടി കെ അനീഫ, കൗൺസിലർമാരായ എം ടി കെ ബാബു, എൻ എ കരീം, രാജേഷ് മാസ്റ്റർ, രത്നാകരൻ, സ്വാമിദാസൻ, സുധീർ കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി രാജൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജയപ്രകാശ് പന്തക്ക, അജയ് കുമാർ കെ ആർ, അപർണ ശ്രുതി എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ചടങ്ങിന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഹാഷിം സ്വാഗതവും നഗരസഭ HS ശശിധരൻ നന്ദിയും പറഞ്ഞു. നഗരസഭ ഹെൽത്ത് ജീവനക്കാരായ ജിതേഷ് ഖാൻ, ബിനോയ്, വിസിയ, മധു, പ്രീജ, നഗരസഭ AEO പ്രകാശ് ബാബു, വാലൻ വയലേരി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. സ്ക്വയർ ഫീറ്റ് വേണം, ഒരു ധാരണയില്ല. 1000 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഒരു അടിസ്ഥാന അളവായിട്ട് മാറി. ഈ 1000 സ്ക്വയർ ഫീറ്റ് ഒന്നിനും തികയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലേ? ഒരാഴ്ചത്തെ വേസ്റ്റ് കൊണ്ടുപോയി വെക്കാൻ 1000 സ്ക്വയർ ഫീറ്റ് പോരാ. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ പഞ്ചായത്തിലെ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതുപോലെ കരിവള്ളൂരുണ്ട്. അപ്പൊ അത്തരം വലിയ MCFകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിന് ഉറച്ച ബിൽഡിംഗ് ഒന്നും വേണമെന്ന് എവിടെയും പറയുന്നില്ല. സമഗ്ര ന്യൂസ് പാനൂർ.